സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ധ്യാന ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ടുള്ള വലിയ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, കഠിനമായ പാപത്തിൻ്റെ അടിമത്തത്തെ ഉപേക്ഷിക്കാനുള്ള ശക്തി കർത്താവ് അനേകം മക്കൾക്ക് കൊടുക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായി മദ്യപാനത്തിൻ്റെ അടിമകളായിരുന്നവർ, 10-28 വർഷമായി മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ജീവിതങ്ങളിൽ കർത്താവ് ഇടപെട്ട് കർത്താവ് മാനസാന്തരം കൊടുക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രചോദിപ്പിച്ചൊരു മേഖലയാണ് ഇത്. 6-ാം പ്രമാണത്തിന്റെയും 9-ാം പ്രമാണത്തിന്റെയും മേഖലയിൽ അനേകം ആളുകൾ പൊതുവെ മാന്യന്മാരായി വെളിയിൽ കാണപ്പെടുകയും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ മാരക പാപം ചെയ്തിട്ട് യാതൊരു കൂസലുമില്ലാതെ വിശുദ്ധരായി ചമഞ്ഞ് നടക്കുകയും ചെയ്യുന്ന അനേകം ആളുകൾ ഇന്ന് സഭയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ആ മേഖല കൺവെൻഷന് പറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ പറയേണ്ടി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു പാപത്തിന് അടിമയാണെങ്കിൽ, ഉദാഹരണത്തിന് മദ്യപാനത്തിന്റെ അടിമയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തഴക്കദോഷത്തിന്, ഞാൻ കണ്ടിട്ടുണ്ട് വിവാഹിതരായ ആളുകൾ പോലും സ്വവർഗഭോഗത്തിന് അടിമകളായ മനുഷ്യരെ ഞാൻ കേരളത്തിലും വിദേശത്തും പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ മനസ്സ് വെച്ചാൽ ദൈവം ഇടപെടുന്ന മേഖലകളാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവം ഇടപെടുന്ന മേഖലകളാണ്. ഏത് പാപവും യേശുവിന് എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു പാപക്കെട്ടും ഈ ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ എന്തുകൊണ്ടാണ് പാപം അഴിയാത്തത്, പാപം പോകാത്തത് എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിന് കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരം, പല ആളുകൾക്കും പാപം ഉപേക്ഷിക്കാൻ ആഗ്രഹമില്ല. പാപത്തിൽ കിടക്കുമ്പോഴും പാപം തരുന്നൊരു സുഖത്തിൽ നിന്ന് മാറാൻ പല ആളുകൾക്കും ആഗ്രഹമില്ല. വെളിയിൽ പറയും പാപം മാറണമെന്ന് പറയും, കുമ്പസാരക്കൂട്ടിൽ പറയും എനിക്ക് പാപം ഉപേക്ഷിക്കണം പറയും. പക്ഷെ യഥാർത്ഥമായി ഉള്ളിന്റെ ഉള്ളിൽ പാപം വിട്ടുപോകുന്നതിനോടോ, പാപം ചെയ്യുന്ന വ്യക്തികളോട് വേർപെടുന്നതിനോടോ, പാപസുഖങ്ങളോട് വിട പറയുന്നതിനോടോ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന, അടിക്കടി കുടുംബത്തിൽ അടിമത്തം കയറുന്നു, മക്കളിലേക്ക് ഈ തിന്മ വ്യാപരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, ഞാൻ ഒരു കോളേജിൽ ജോലി ചെയ്യുകയാണ്. എനിക്കറിയാം 100 കണക്കിന് മക്കള് ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്തതെന്ന് അവർക്ക് തോന്നുന്ന പാപത്തിന്റെ കെട്ടിൽ കിടന്ന് നരകിക്കുകയാണ്. അറിയാതെ പാപം ചെയ്തു പോവുകയാണ്. കുട്ടികൾ പോകുന്ന വഴിക്ക് അറിയാതെ പറയുകയാണ്. പോലീസ് ചെന്നിട്ട് പിടിച്ചോണ്ട് പോയി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ പൊട്ടിക്കരഞ്ഞ് വാവിട്ട് കരയുന്ന ഒരു പയ്യനോട് നീ എന്തിനാണ് അവരുടെ വീഡിയോ മൊബൈലിൽ എടുത്തത് പുറകെ നടന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് ഞാൻ അറിയാതെ ചെയ്തു പോവാണ്. നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ്, മാതാപിതാക്കൾ പാപം തിരുത്താതെ മക്കൾക്ക് പാപം തിരുത്താൻ പറ്റില്ല. മാതാപിതാക്കൾ കണ്ണുനീരോടെ കുമ്പസാരക്കൂട്ടിലേക്ക് മടങ്ങി വരാതെ മക്കൾ വിശുദ്ധരാവണമെന്ന് നിങ്ങൾ 1000-1000 തവണ കുരിശിന്റെ വഴി ചൊല്ലിയാലും മുട്ടയിലഴഞ്ഞാലും ഏത് മല കയറിയാലും പാപത്തിന്റെ കെട്ടഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിന് ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വെളിപ്പെടുത്തിയത്. പരിപൂർണ വിശുദ്ധിയുടെ അഭിഷേകം കർത്താവ് തരും ആഗ്രഹിക്കുന്ന മക്കൾക്ക്. നിങ്ങൾ എത്ര വർഷമായി പാപത്തിന്റെ അടിമത്തത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കാമോ, മനസ്സ് നൊന്ത് വിളിക്കാമോ, ദൈവം നിങ്ങളുടെ പാപത്തിന്റെ കെട്ടഴിക്കും. ഞാൻ കഴിഞ്ഞ 11 വർഷങ്ങളായി 100 കണക്കിന് ജീവിതങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. ഒരു ഡി അഡിക്ഷൻ സെന്ററിനും സുഖപ്പെടുത്താൻ പറ്റാത്ത മദ്യപാനികൾ ഒറ്റ രാത്രി കൊണ്ട് മദ്യപാനം ഉപേക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും പാപം, ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങള് പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന ചെറുപ്പക്കാര്, മക്കള്, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള് ഒറ്റ മധ്യാഹ്നത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ പാപം വിട്ടുപോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്റെയും നിങ്ങളുടെയും ഊഴമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഈ വലിയ ഒരുപാട് ജീവിത വ്യഗ്രതകൾക്ക് നടുവിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രധാനമായും നമ്മൾ പുറമെ മറ്റുള്ളവർ കാണുമ്പോൾ നല്ലവരായി കാണപ്പെടണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊരു രഹസ്യ ജീവിതമുണ്ട്, ആരും കാണാത്തൊരു ജീവിതം, നീ ഒറ്റയ്ക്കാവുന്ന ഒരു ജീവിതം, നീയും ദൈവവും മാത്രമാകുന്ന ആ ജീവിതത്തിൽ നീ എങ്ങനെയാണ്, നിന്റെ ചിന്തകൾ എങ്ങനെയാണ്, നിന്റെ കണ്ണെങ്ങനെയാണ്, നിന്റെ വിചാരം എങ്ങനെയാണ്, നിന്റെ നിലപാടുകൾ എങ്ങനെയാണ്, ഇത് ദൈവം ഉറ്റുനോക്കുന്നുണ്ട്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ശക്തമായിട്ട് ആഗ്രഹിക്കണം.
ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ഒരു ചെറിയ പെൺകുട്ടി 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി ദേവാലയത്തിൽ ചെന്ന് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ദേവാലയത്തിൽ ചെല്ലുകയാണ്. അങ്ങനെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ദേവാലയത്തിന്റെ അകത്തിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 4-5 സിസ്റ്റേഴ്സ് ഒരുമിച്ചിരുന്ന് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് ഈ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഈ പെൺകുട്ടി ദേവാലയത്തിന്റെ വെളിയിൽ നിന്ന് ഒരു ജനാലയിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ ശ്രുതി മധുരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുന്ന സിസ്റ്റേഴ്സിന്റെ നല്ല മനോഹരമായ സംഗീതം, ആ ശബ്ദം കേട്ടപ്പോ ഈ കുഞ്ഞിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ എനിക്ക് പാടാൻ കഴിവില്ല, കർത്താവേ എനിക്കൂടെ പാടാൻ നീ കഴിവ് തന്നിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ പാടാമായിരുന്നു. ശക്തമായ ഒരു ആഗ്രഹമാണ്. പാടാൻ കഴിവില്ല ആ കുട്ടിക്ക്. ആ കുട്ടി വളർന്നു. ആ കുട്ടി വളർന്ന് കല്യാണപ്രായമെത്തി. കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് ഒരു മൂളിപ്പാട്ട് പോലും പാടാത്തൊരു ചെറുപ്പക്കാരനെ. അപ്പൊ ഈ ഭാര്യയും പാടില്ല, ഭർത്താവും പാടില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ പ്രായത്തിൽ കിടന്ന വലിയൊരു ആഗ്രഹമുണ്ട്, ദൈവമേ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ അപ്പനും അമ്മയ്ക്കും 8 മക്കൾ ജനിച്ചു. 8 മക്കളും പാട്ടുകാരാണ്. ആ 8 മക്കളിൽ ഒരാളാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ആ 8 മക്കളിൽ ഒരാളുടെ 3 മക്കളാണ് ഈ സ്റ്റേജിൽ നിന്ന് പാടുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് വെച്ചാൽ നീ ആഗ്രഹിച്ചാൽ ദൈവം നിനക്ക് തരും. നീ ആഗ്രഹിച്ചാൽ ദൈവം നിനക്ക് ഏത് കെട്ടഴിക്കാനുള്ള ശക്തിയും തരും. നീ ആഗ്രഹിച്ചാൽ നിന്റെ മേൽ ദൈവത്തിന്റെ അത്യത്ഭുതമായ അഗ്നി കടന്നു വരും. ആഗ്രഹിക്കണം. വെറുതെ ഒരു ആരെങ്കിലും ഒരു കൺവെൻഷന് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ എന്നാൽ 4 ദിവസത്തേക്ക് പാപം നിർത്തിയേക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. ഒരു കൺവെൻഷൻ, ഒരു ധ്യാനം കൂടി എന്നാൽ ഒരു 10 ദിവസത്തേക്കെല്ലാം നിർത്തിയേക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. 50 നോമ്പ് വന്നപ്പോ എന്നാ പിന്നെ കാര്യം നടക്കാൻ വേണ്ടി ഈ 50 ദിവസം ഒന്ന് കൂടി നിർത്തിയേക്കാം, 50 ദിവസം എന്നാ ഈ പാപം ചെയ്യാതിരിക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. മരണം വരെ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുകയാണ്, സാത്താനെ കാൽക്കീഴിലിട്ട് ചവിട്ടുന്ന ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവണം. പിശാച് തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന മക്കൾ, വിശ്വാസ വീരന്മാർ, വിശ്വാസ വനിതകൾ സഭയിൽ ഉണ്ടാവണം. പറ്റില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിശുദ്ധിയിൽ വളർത്താൻ പറ്റില്ലേ? പറ്റണമെങ്കിൽ നിങ്ങൾ വിശുദ്ധരാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു അന്തോണീസിന്റെ, ഒരു അൽഫോൻസാമയുടെ, ഒരു ചാവറയച്ചന്റെ, ഒരു എബ്രാസിയമ്മയുടെ കുത്തകയല്ല വിശുദ്ധി. ഞാൻ അവരെ കുറച്ച് കാണിക്കുകയല്ല. തിരുസഭയുടെ എല്ലാ മക്കൾക്കും ദൈവം തന്നിരിക്കുന്നതാണ് പരിശുദ്ധി. ഇന്ന് നിനക്കതില്ലെങ്കിൽ നീ അധ്വാനിച്ച് പോരാടി യുദ്ധം ചെയ്ത് കരഞ്ഞ് കൈവിരിച്ച് മുട്ടുകുത്തി തപസ് ചെയ്ത് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ കർത്താവ് ഏറ്റവും കൂടുതൽ ഇടപെടാൻ പോകുന്നത് ഈ മേഖലയിലാണ്. മാരകമായ പരിശുദ്ധിയുടെ അഭിഷേകം ദൈവം തരും. തിന്മയുടെ കെട്ടഴിക്കാൻ ദൈവം ശക്തി തരും. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും പാപത്തിന്റെ അടിമത്തത്തിലാണെങ്കിൽ, നമുക്ക് ഈ വലിയ കൺവെൻഷൻ ആയതുകൊണ്ട് കുമ്പസാരം ക്രമീകരിക്കാൻ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് കുമ്പസാരം ക്രമീകരിച്ചിട്ടില്ല. നിങ്ങൾ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടണം. നിങ്ങൾ കുമ്പസാരക്കൂടുകളിൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കാണണം. പാപം ഉപേക്ഷിക്കാൻ തയ്യാറാവണം. തീരുമാനം എടുക്കണം. നിങ്ങൾ ചിന്തിക്കണം, ലോകത്തെ ഏത് പരിശുദ്ധൻ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചാലും പാപം ചെയ്യരുത്. ലോകത്തെ ഏത് പരിശുദ്ധൻ പാപം ചെയ്യാൻ മടി വിളിച്ചാലും പാപം ചെയ്യരുത്. കാരണം ദൈവത്തിന്റെ കൽപ്പനയാണ്, കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ തലമുറയെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം. തലമുറയോട് ദ്രോഹം ചെയ്യരുത്, മക്കളോട് ദ്രോഹം ചെയ്യരുത്. നിങ്ങൾ വിശുദ്ധരാവ്, നിങ്ങൾ മടങ്ങി വരിക, നിങ്ങൾ പാപം ഉപേക്ഷിക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങളെ വെല്ലുന്ന വിശുദ്ധരാവും. 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. കണ്ണുകൾ അടയ്ക്കാം. അടുത്ത് നിൽക്കുന്ന ഒരു 20 പേര് നിങ്ങളുടെ സ്വരം കേൾക്കണം. ആരെയും ശ്രദ്ധിക്കണ്ട. ഹൃദയം തുറന്ന് അതരം തുറന്ന് പൊട്ടിക്കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പാപക്കെട്ടുകൾ അഴിയാൻ ശക്തി തരണം. പാപബന്ധനങ്ങൾ അഴിയാൻ ശക്തി തരണം. പാപത്തിന്റെ ജീർണതകളിൽ നിന്ന്, പാപത്തിന്റെ പന്നിക്കുഴികളിൽ നിന്ന് വിശുദ്ധിയുടെ ഉന്നത ഗോപുരങ്ങളിലേക്ക് ഓടിക്കയറാൻ ശക്തി തരണം. സ്വർഗത്തിന്റെ ശക്തി തരണം കർത്താവേ.
കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ രാത്രിയിൽ ജീവിതങ്ങളെ രണ്ടായി പകുത്തു മാറ്റുന്ന പരിശുദ്ധിയുടെ അഭിഷേകം, ഇന്നലെ നടന്ന വഴികളിലേക്ക് മടങ്ങിപ്പോവാൻ കഴിയാത്ത അഭിഷേകം, കർത്താവെ, പാപമോ പാപ സാഹചര്യങ്ങളോ കടന്നു വന്നാലും പാപത്തിൽ വീഴാതിരിക്കാനുള്ള അഭിഷേകം എല്ലാ മക്കളിലും നിറയണമേ. കർത്താവെ, ഇത്തിരി ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കേട്ട കാര്യങ്ങളുടെ തുടർച്ചയായി ഒരു കാര്യം കൂടി പറഞ്ഞാലേ നമ്മൾ ഈ ദിവസത്തെ കൺവെൻഷൻ അതിൻ്റെ ആശയം പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് സത്യത്തിൽ ഈ കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്ന കാര്യം നിങ്ങൾ ഗ്രഹിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കാനാണ് നമ്മൾ ആദ്യത്തെ ദിവസം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ദൈവം നമുക്ക് ജ്ഞാനം തന്നാൽ മാത്രമേ ഇത് ഗ്രഹിക്കാൻ കഴിയൂ. കാരണം സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു കൃപയുടെ സുവിശേഷമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ വചനപ്രഘോഷണ വേദികളിൽ പലപ്പോഴും ഇത് പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാകുമോ എന്നുള്ളത് കൊണ്ട് പറയപ്പെടാത്ത ഒരു സുവിശേഷ ഭാഗമുണ്ട്, അല്ലെങ്കിൽ ഒരു സുവിശേഷത്തിന്റെ ശക്തമായ ആശയമുണ്ട്. ഞാനത് ഏറ്റവും ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് മറ്റൊന്നുമല്ല, അനേകം വചനപ്രഘോഷണ വേദികൾ പാപത്തെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ അനേകം ആളുകൾ ആത്മാർത്ഥമായി പാപത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹമുള്ളവരാണ്. എന്നാൽ പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുള്ളത് പാപത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണം, കഴിയുന്നില്ല. പാപം ഞങ്ങൾക്ക് വേണ്ട, പാപം ചെയ്യണ്ട. കുമ്പസാരക്കൂടുകളിൽ മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നും ഒരു ചെറുപ്പക്കാരൻ ഞാൻ കുമ്പസാരിപ്പിക്കുമ്പോൾ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പാപം ചെയ്യണ്ടച്ചാ, എനിക്ക് പാപം ചെയ്യണ്ട. പ്രിയപ്പെട്ടവരെ, അനേകം ആളുകളുടെ ഉള്ളിലെ വേദനയാണ് എങ്ങനെ പാപത്തെ അതിജീവിക്കാൻ കഴിയും, എങ്ങനെ പാപത്തെ നേരിടാൻ പറ്റും. എല്ലാവരും പറയുന്നു പാപം ചെയ്യരുത്. ഇവിടെ നമ്മളോട് ഈ സുവിശേഷ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് ബോണിയും പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിന്റെ ആഗ്രഹം നാം പാപം ചെയ്യരുതെന്നാണ്. പാപം ചെയ്യുന്ന ജീവിതത്തെ ദൈവം മാനിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് എങ്ങനെ പാപത്തിൽ നിന്ന് മോചനം നേടാം. ഞാൻ ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് പറഞ്ഞു പോയി, ഞാനത് വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തേത് ഇതാണ്, ശക്തമായ ആഗ്രഹം വേണം. ഏത് പാപത്തെയും നേരിടാൻ, ആ പാപത്തെ അതിജീവിക്കണമെന്ന ശക്തമായ ആഗ്രഹം വേണം. പ്രിയപ്പെട്ടവരെ, പാപത്തെ അതിജീവിക്കണമെന്ന ആഗ്രഹം വരണമെങ്കിൽ പാപം പോകുമ്പോൾ നമ്മിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ എന്താണെന്ന് അറിയണം. പാപത്തെ അതിജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ പാപം വിട്ടുപോകുമ്പോൾ നിറയുന്ന കൃപ എന്താണെന്ന് അറിയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വളരെ സ്വകാര്യമായ ജീവിതത്തിലെ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഒത്തിരി നാളുകൾ ഞാൻ കർത്താവിന്റെ വചന ശുശ്രൂഷ ചെയ്തിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആത്മീയ പുരോഗതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ ഒരിക്കൽ ഒരു ധ്യാനം കൂടാൻ പോയി. ആ ധ്യാനത്തിൽ ഞാൻ ഇങ്ങനെയാണ് ആഗ്രഹിച്ചത്, കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വളരണം, എനിക്ക് ആത്മീയമായി മെച്ചപ്പെടണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആത്മീയ പുരോഗതി വേണം, എനിക്ക് ദൈവത്തിന്റെ ജ്ഞാനം വേണം, എനിക്ക് വചനം പഠിക്കണം, എനിക്ക് വചനം നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ ഇത് സംഭവിക്കുന്നില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പോരാ, ഉച്ചത്തിൽ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ ഇത് സംഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ ധ്യാനത്തിന് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, കർത്താവെ, എനിക്കിത് പിടികിട്ടണം. എന്താണ് കാരണം? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ധ്യാനം ഇങ്ങനെ നടക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രത്യേക ദിവസം ഞാനൊരു ചാപ്പലിലിരുന്ന്, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആ ചാപ്പലിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൊന്ത ചൊല്ലുകയാണ്. കൊന്ത ചൊല്ലുമ്പോ 4ാമത്തെ ദിവ്യരഹസ്യം ചൊല്ലി എനിക്ക് അടുത്ത രഹസ്യം ചൊല്ലാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളില് ഈ ഒരു ആഗ്രഹം, ഇത് സാധിക്കാത്തതിലുള്ള വേദന, അതൊക്കെ വന്നിട്ടൊരു ഭാരം വന്ന്, ആത്മാവിൽ ഒരു ഭാരം വന്ന് മൂടിയിട്ട് ഞാൻ അറിയാതെ കരയാൻ തുടങ്ങി. ചെറിയ ചെറിയ ഒരു വിതുമ്പല് പോലെ ആരംഭിച്ച ആ കരച്ചില് ഒരു പൊട്ടിക്കരച്ചിലായി. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഇത് ആരെങ്കിലും കാണുമല്ലോ എന്നോർത്തപ്പോ എനിക്കൊരു ഇച്ഛാഭംഗം വന്നിട്ട്, ഒരു അപമാന ഭീതി വന്നിട്ട്, ഞാൻ ഈ ചാപ്പല്, ചെറിയൊരു ചാപ്പലാണ്, അതിന്റെ കഥ കടച്ച് കുറ്റിയിട്ടു.
എന്നിട്ട് ഞാൻ അതിനകത്ത് ഇരിക്കുകയാണ്, ജനലും അടച്ചു. ഇതിനകത്ത് ഞാൻ ഇരിപ്പുണ്ടെന്ന് ഇപ്പൊ പുറത്ത് ആർക്കും അറിയാൻ പാടില്ല. ഞാൻ കുറെ അധികം മിനിറ്റുകൾ, ഒരു 10-20 മിനിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അത്രയും സമയം ഞാൻ ഇരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണ്. ഈ കരച്ചിലം നടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഒരു പൊട്ടനെ പോലെ ഇരുന്ന് കരയുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഒരു ഭ്രാന്തനെ പോലെ ഇരുന്ന് കരയുന്നത്? അപ്പൊ എന്റെ ഉള്ളില്, ദൈവമേ എനിക്ക് ആത്മീയ പുരോഗതി വേണം, എനിക്ക് ഇത് സാധിക്കുന്നില്ല, ഇതാണ് എന്റെ വേദന. അപ്പൊ സത്യത്തിൽ ഈ വേദനയാവണം ആത്മാവിലൊരു ഭാരം നിറച്ചിട്ട് ഞാൻ കരയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഒരു സിസ്റ്റർ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അച്ഛൻ ഇവിടെ ഒരു സമയം പറഞ്ഞിട്ട് ആ സിസ്റ്റർ ചോദിക്കുകയാണ്, ഈ സമയത്ത് അച്ഛൻ ഇവിടെ എന്തെടുക്കുകയായിരുന്നു? ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഈ സിസ്റ്റർ പറഞ്ഞ സമയത്ത് ഞാൻ പറയണോ അത്? അച്ഛൻ പറ. ഞാൻ പറഞ്ഞു, ഞാൻ ഇരുന്ന് കരയുകയായിരുന്നു. അപ്പൊ സിസ്റ്ററിനോട് പറയാണ്, അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അച്ഛനോട് ചോദിച്ചത്, അച്ഛൻ എന്തിനാ കരഞ്ഞത്? ഞാൻ പറഞ്ഞു, എന്തിനാ കരഞ്ഞതെന്നൊരു പ്രത്യേക കാരണം എനിക്ക് പറയാനില്ല, പക്ഷെ എന്നാലും ഒരു കാരണമുണ്ട്. ആ കാരണം ഇതായിരിക്കാം. അപ്പൊ സിസ്റ്ററിനോട് പറയുകയാണ്, അച്ഛനെ കാണുക എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് വലിയ വിശ്വാസമായി. കാരണം ഞാൻ ഈ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞത് എന്റെ പാവം പരിശുദ്ധാത്മാവ് കണ്ടല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് ഭയങ്കര വിശ്വാസം വന്നു. അപ്പൊ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്, അതായത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ചില കാര്യങ്ങൾ കാണിച്ചു തരുമായിരിക്കും. അപ്പൊ അതിന് സമയം വേണം. അച്ഛന് സമയമുണ്ടോ? ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു 4 മണിക്ക് ഇരുന്നാലോ? സിസ്റ്റർ പറഞ്ഞു, 4 മണിക്ക് ഞാൻ വരാം. അങ്ങനെ 4 മണിക്ക് ഇരുന്ന് ഏതാണ്ട് ഒരു 6-6:30 മണി വരെ 2-2.5 മണിക്കൂർ ഈ സിസ്റ്റർ എന്റെ അടുത്തിരിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിച്ച് സിസ്റ്റർ ആദ്യമൊക്കെ കുറെ പ്രാർത്ഥിച്ചിട്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല. വീണ്ടും പ്രാർത്ഥിക്കുകയാണ് സിസ്റ്റർ പറയാണ്, ഇന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രചോദനം തന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വിട്ടിട്ട് പോയില്ല നമുക്ക് കണ്ടുപിടിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ പ്രാർത്ഥിച്ച് 2.5 മണിക്കൂർ പ്രാർത്ഥിച്ച് ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, 2 ചെങ്ങലകൾ അച്ഛനെ വരിഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ കാണുകയാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ധ്യാനം പ്രസംഗിക്കുന്ന എന്റെ കാര്യം പറയുന്നത്. 2 ചെങ്ങലകൾ അച്ഛനെ വരിഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ കാണുകയാണ്. അപ്പൊ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ, എനിക്കൊരു എത്തും പിടിയില്ല, എനിക്ക് അറിയാവുന്ന ചെങ്ങലയെല്ലാം ഞാൻ അഴിച്ചിട്ടുണ്ട്, എനിക്ക് അറിയാൻ പാടില്ലാത്ത ചെങ്ങല ഞാൻ എങ്ങനെ അറിയും? പരിശുദ്ധാത്മാവിനോട് ഇതൊന്ന് പറഞ്ഞു തരാൻ. സിസ്റ്റർ പറയണം, എനിക്ക് പിടികിട്ടുന്നില്ല, എന്നാലും പ്രാർത്ഥിക്കാം, പിന്നെയും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ക്ലേശകരമായ ആ മണിക്കൂറുകൾക്കൊടുവിൽ എനിക്കത് കിട്ടി. ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തേത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കൃത്യമായി ഒരു പരീക്ഷയുടെ സമയത്ത് ഞാൻ കൃത്യമായി വാദിച്ച് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. വാദിച്ച വിഷയം ഇതാണ്, യേശു ഏകരക്ഷകൻ അല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തർക്കിച്ച് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. മാർക്ക് വാങ്ങിച്ചത് യേശു ഏകരക്ഷകൻ അല്ലെന്ന് വാദിച്ചിട്ടാണ്. ഇത് ഇന്നുവരെ ഒരു കുമ്പസാരക്കൂട്ടിലും അന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തേത്, കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത, കത്തോലിക്ക സഭ ഒരിക്കലും വായിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ചിന്തകന്റെ 34 പുസ്തകങ്ങൾ എന്റെ അലമാരിയിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലേശകരമായ ആ 3 മണിക്കൂറുകൾക്കൊടുവിൽ പരിശുദ്ധാത്മാവ് ആ പ്രിയപ്പെട്ട സഹോദരിയിലൂടെ എനിക്കത് കാണിച്ചു തന്നു, കൃത്യമായ അടയാള സഹിതം കാണിച്ചു തന്നു. ഞാൻ ഈ 2 ചെങ്ങലകളും കുമ്പസാരക്കൂട്ടിൽ അഴിച്ചു. ആദ്യത്തെ ചെങ്ങല അഴിച്ചത്, അത് കണ്ണുനീരോടെ ഞാൻ ഏറ്റുപറഞ്ഞു, ഞാൻ എന്റെ കർത്താവിനെ, ഞാൻ ഇന്ന് ആർക്കു വേണ്ടി ജീവിക്കുന്നോ, എന്നെ ആര് നിലനിർത്തുന്നോ, ഞാൻ വചനം പറയുമ്പോൾ എന്റെ പിന്നിൽ നിന്ന് ആരെന്നെ താങ്ങി നിർത്തുന്നോ, ഞാൻ മടുക്കുമ്പോൾ ആരെന്നെ കൈകളിലെടുക്കുന്നു, പാതിരാത്രിയിൽ ഏതെങ്കിലും ഒരു മണിക്കൂറിൽ മുറിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കൈ രണ്ടും നീട്ടിത്തന്ന്, മോനെ നീ എന്റെ കയ്യിൽ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് എന്നെ ആര് താരാട്ട് പാടുന്നു, ആ എന്റെ കർത്താവിനെ ഏകരക്ഷകനല്ലെന്ന് എന്റെ അറിവില്ലാത്തൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞു. എന്റെ മുറിയിലേക്ക് ഞാൻ മടങ്ങി വന്ന് ഈ 34 പുസ്തകങ്ങൾ മുറിയിൽ ആദ്യം കയറി ചെല്ലുന്നത് അത് ഞാൻ കത്തിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് മുതൽ സുവിശേഷത്തിന് വേണ്ടി ദൈവം പുതിയ പുതിയ വാതിലുകൾ എനിക്ക് തുറന്നിടാൻ തുടങ്ങി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ വൈദികരെ ഞാൻ ധ്യാനിപ്പിക്കാൻ തുടങ്ങി, സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ തുടങ്ങി. കർത്താവ് എനിക്ക് സുവിശേഷത്തിന്റെ പുതിയ വാതിലുകൾ തുറന്നിടാൻ തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ പ്രധാനമായും ആ സംഭവത്തിന് ശേഷമാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ പാപം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹം വരണമെങ്കിൽ ഈ പാപം കൊണ്ട് നിനക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ എന്തെന്ന് നീ അറിയണം. പാപം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹം വരണമെങ്കിൽ ഈ പാപം കൊണ്ട് നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ കാര്യങ്ങൾ എന്താണെന്ന് നീ അറിയണം. ഓരോ പാപവും അനുദപിച്ചേറ്റു പറയുമ്പോ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ പുതിയ അനുഗ്രഹങ്ങൾ തുറക്കപ്പെടും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് പ്രിയപ്പെട്ടവരെ, എനിക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയാണെന്ന് വിചാരിക്കുക, ഞാൻ 8 മണിക്ക് എഴുന്നേക്കത്തുള്ളെന്ന് വിചാരിക്കുക, ഞാൻ ഒരിക്കലും 3 മണിക്ക് എഴുന്നേക്കുന്ന ആളല്ലെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ 3 മണിക്ക് എഴുന്നേക്കും. എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാൾ 2:30 മണിക്ക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ 2:30 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ എഴുന്നേക്കും. എനിക്ക് സാധാരണഗതിയിൽ എഴുന്നേക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നുണ്ട്, എനിക്ക് അയാളെ കാണണം. 8 മണിക്ക് ഉണരുന്ന ഞാൻ 2 മണിക്ക് ഉണരും. ആദ്യത്തെ അലാറം അടിക്കുമ്പോൾ ഞാൻ ഉണരും. കാരണം ഇതിനേക്കാൾ, ഈ ഉറക്കത്തെക്കാൾ മെച്ചപ്പെട്ടത് എന്തോ ഒന്ന്, ഇങ്ങോട്ട് നോക്കിയേ, ഈ ഉറക്കത്തെക്കാൾ മെച്ചപ്പെട്ട എന്തോ ഒന്ന് എന്നെ ഇൻസ്പയർ ചെയ്തപ്പോ എനിക്ക് ആ ഉറക്കം ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേട്ടോളുക. ആദി പാപം എന്ന് പറയുന്നത് പഴം പറിച്ച് തിന്നതാണ്. പഴം എന്ന് പറഞ്ഞാൽ ഉപമയാണ്, സൂചനയാണ്, സിമ്പലാണ്. പഴം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകുന്ന സുഖം. ഏത് പാപത്തിന്റെയും അടിസ്ഥാന സവിശേഷതയാണ് താൽക്കാലികമായിട്ടേ ഉള്ളൂ ഈ സുഖം. ഏത് പാപവും തരുന്ന സുഖം ടെമ്പററിയാണ്, ട്രാൻഷ്യന്റ് ആണ്, നിലനിൽക്കാത്തതാണ്, താൽക്കാലികമാണ്, ക്ഷണികമാണ്. പുലരിമഞ്ഞ് പുലരിയിലെ സൂര്യോദയത്തിൽ മാഞ്ഞു പോകുന്നത് പോലെ പാപവും പാപത്തിന്റെ സുഖവും മറയും. എന്നാൽ നിലനിൽക്കുന്ന ഒരു ആനന്ദമുണ്ട്. എന്ന് നിങ്ങൾ പാപത്തെ അതിജീവിക്കാൻ പഠിക്കുന്നോ, എന്ന് പാപത്തെ നിങ്ങൾ കാൽ കീഴിൽ ചവിട്ടി നിൽക്കുന്നോ, അന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിതത്തിലെ ഒരു പാപവും തരാത്ത ഒരു ആനന്ദം നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾ ഒരിക്കലും പാപത്തിലേക്ക് പോകില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ടാണ് മനുഷ്യര് പാപത്തിലേക്ക് പോകുന്നത്? മെച്ചപ്പെട്ടത് കണ്ടെത്തിയിട്ടില്ല, മെച്ചപ്പെട്ടത് തിരിച്ചറിഞ്ഞിട്ടില്ല. നല്ല ചൂടുള്ള പാൽപായസം മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുമ്പോ ആരെങ്കിലും ഓടക്കുഴിയിൽ കിടക്കുന്ന ഒരു ഭക്ഷണ സാധനം 10 ദിവസം പഴകിയത് തിന്നാൻ പോകുമോ? പോവില്ല. കാരണം നല്ല 1-ാം തരം പാൽപായസം മേശപ്പുറത്ത് വെച്ചിരിക്കുമ്പോ ഓടക്കുഴിയിലെ ചീഞ്ഞളിഞ്ഞ ഭക്ഷണം തിരഞ്ഞ് വേസ്റ്റ് തിന്നാൻ ആരെങ്കിലും പോകുമോ? ഉച്ചിഷ്ടം വാരി തിന്നാൻ ആരെങ്കിലും പോകുമോ? ഓടവെള്ളം കുടിക്കാൻ ആരെങ്കിലും പോകും? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് പാപത്തിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ പാപത്തെക്കാൾ മെച്ചപ്പെട്ടത് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, നമുക്ക് മെച്ചപ്പെട്ടതിന്റെ വില അറിയണം. നിങ്ങൾ പാപം ഉപേക്ഷിച്ചവരോട് ചോദിക്കുക, ജീവിതത്തിൽ പാപത്തെ തള്ളിക്കളഞ്ഞവരോട് ചോദിക്കുക, ജീവിതത്തിൽ പാപത്തിന്റെ മേൽ വിജയം നേടിയവരോട് ചോദിക്കുക. പാപമുണ്ടായിരുന്ന കാലത്ത് നഷ്ടപ്പെട്ട എത്രയോ വാതിലുകൾ, പാപമുണ്ടായിരുന്ന സമയത്ത് അടഞ്ഞു കിടന്ന എത്രയോ വാതിലുകൾ പാപം കൈവിടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടുന്നതിന്റെ ആനന്ദം പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഹൃദയം തുറന്ന് ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ശക്തമായ ആഗ്രഹമാണ്. 2, പാപം ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹത്തിന്റെ, ഭൗതികവും ആത്മീകവുമായ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും എന്ന് നിങ്ങൾ അറിയണം. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, എഫേസോസ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്നൊക്കെ പറഞ്ഞേ, അത് പറയണ്ട, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അത് പറഞ്ഞേ, ഇങ്ങനൊന്നും പറയല്ലേ, ഉറക്കെ പറ. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പൊ അത് മനസ്സിലിരിക്കട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപ കൊണ്ടാണ്. കൃപ മനസ്സിലിരിക്കട്ടത്. ഇനി എഫേസോസ് 2:8,
എഫേസ്യോസ് 2:8 വചനം പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അതൊക്കെ പറഞ്ഞേ, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എന്നോട് പറഞ്ഞേ, വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. ഇനി പറയുകയാണ്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ഉറക്കെ പറഞ്ഞേ, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഉറക്കെ പറഞ്ഞേ, അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വചനം ഇതാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം, വിശ്വാസം വഴി കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞേ, വിശ്വാസം വഴി. ഒന്നുകൂടെ പറ, വിശ്വാസം വഴി കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഒന്നുകൂടെ പറ, വിശ്വാസം വഴി കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ശ്രദ്ധിച്ചേ, അപ്പോ ഏതെങ്കിലും ഒരു പാപത്തിൽ നിന്ന് ഒരു വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ ആ വ്യക്തിയിൽ ഒരു സാധനം പ്രവർത്തിക്കണം. എന്താണ് ആ സാധനം? എന്താണ് ആ സാധനം? അല്ല, കൃപ. ഉറക്കെ പറ, കൃപ. ഏതെങ്കിലും ഒരു പാപത്തെ ഒരു വ്യക്തിക്ക് അതിജീവിക്കാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിയിൽ എന്ത് പ്രവർത്തിക്കണം? ഉറക്കെ പറ, എന്ത് പ്രവർത്തിക്കണം? കൃപ. ഇനി ഈ കൃപ വരുന്ന വഴി ഏതാ? ഈ കൃപ വരുന്ന വഴി വിശ്വാസം. ഇതാണ് മൂന്നാമത്തേത്. അതായത് ഏതെങ്കിലും ഒരു പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ടത്, കർത്താവിന്റെ കൃപയില്ലാതെ ആർക്കും സ്വന്തം അധ്വാനം കൊണ്ട് ഒരു പാപത്തെയും അതിജീവിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ അടിസ്ഥാനപരമായ ഒരു സുവിശേഷ സത്യം പറയാൻ പോവാണ്. ഇത് ഞാൻ പറഞ്ഞെടുത്തൊന്നും ഒട്ടുമിക്കാൽ സ്ഥലത്ത് ആർക്കും പിടികിട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പിടികിട്ടുമെന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ളവരാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കണം. അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം ഞാൻ പറയാൻ പോവാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. അനേക വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, പഴയ നിയമം എന്ന് പറയുന്നത് കൽപ്പനകളുടെ അനുസരണത്തിലൂടെ ഒരു വ്യക്തി നിത്യതയിലെത്തുന്നു. കൽപ്പന പാലിച്ച്, ലളിതമായിട്ട് പറഞ്ഞാൽ 10 കൽപ്പന പാലിച്ച് ഒരു വ്യക്തി സ്വർഗത്തിലെത്തുന്നു. ഇതാണ് പഴയ നിയമം. 10 കൽപ്പന കൃത്യമായിട്ട് പാലിച്ച് ഒരു വ്യക്തി സ്വർഗത്തിലെത്തുന്നു. ഇതാണ് പഴയ നിയമം. പഴയ നിയമത്തിനൊരു പ്രശ്നമുണ്ട്. ലോകത്തൊരു വ്യക്തിക്കും സ്വന്തം അധ്വാനം കൊണ്ട് 10 കൽപ്പന തെറ്റിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. പഴയ നിയമം എന്താണ്? പഴയ നിയമം എന്താണ്? 10 കൽപ്പന തെറ്റിക്കാതെ ജീവിച്ച് ഒരു വ്യക്തി എവിടെ ചെല്ലുന്നു? സ്വർഗത്തിലെത്തുന്നു. അതാണ് യേശു പറയുന്നത്, നിയമം മോശ വഴി നൽകപ്പെട്ടു. ശ്രദ്ധിക്കണേ, ഞാൻ ചങ്ക് മുട്ടിയാണ് ഇത് പറയുന്നത്. എനിക്കിത് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് നിർബന്ധമുണ്ട്. കാരണം ഒരുപാട് കൺവെൻഷനുകൾ പഴയ നിയമത്തിൽ കിടക്കുകയാണ്. ഒരുപാട് കൺവെൻഷൻ പ്രസംഗങ്ങൾ പഴയ നിയമത്തിൽ കിടക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനല്ല, കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്റെ ചങ്ക് വളർന്ന് ഇവിടെ ഞാൻ ചത്തു വീണാലും ഞാനിത് പറയാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ അവരിപ്പോഴും പഴയ നിയമത്തിലാണ്. എന്താണ്? സ്വന്തം അധ്വാനം കൊണ്ട് എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കണം. നടക്കുവോ? 4-ാമത്തെ ദിവസം നീ ആ പാപം ചെയ്യും. 4-ാമത്തെ ദിവസം നീ പഴയ ബാക്ക് ടു സ്ക്വയർ വൺ. 4-ാമത്തെ ദിവസം ഒരു പ്രസംഗം കേൾക്കും, തീരുമാനം എടുക്കും, കുറ്റം പറയത്തില്ല. 5-ാമത്തെ നിമിഷം കുറ്റം പറയും. നല്ല ഒരു ആത്മീയ ചിന്ത അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ ഒരു തീരുമാനം എടുത്തു, ഇനിയിപ്പോ ആരെയും വിധിക്കത്തില്ല. ഒരു ദിവസം 500 തവണ വിധിക്കും. നടക്കുവോ? സ്വന്തം അധ്വാനം കൊണ്ട്? പറ അടൂരുകാരെ, നിങ്ങളുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു പരിസയം വരെ ആവും. മാക്സിമം, പരമാവധി നിങ്ങൾ ആവാൻ സാധ്യതയുള്ളത് പരിസയൻ. നിങ്ങൾ പുതിയ നിയമത്തിലോട്ട് കയറിയിട്ടില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചെത്തി പറ ഹല്ലേലൂയ.
സ്വന്തം അധ്വാനം കൊണ്ട് വിശുദ്ധി പാലിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ പരമാവധി അയാൾ ഒരു യഹൂദനാണ്, മാക്സിമം ഒരു പരിസയനാണ്. അത്രേ ഉള്ളൂ. പുതിയ നിയമം ദൈവരാജ്യത്തിൽ കയറിയിട്ടില്ല. എന്നാൽ ദൈവരാജ്യം നിങ്ങൾ കേട്ടോ, പുതിയ നിയമം എന്തെന്നറിയാമോ? ഈ കൽപ്പന മുഴുവൻ പാലിക്കണം. ഈ കൽപ്പന മുഴുവൻ പാലിക്കണം. എന്നാൽ നിന്റെ അധ്വാനം കൊണ്ടല്ല, നിന്നിലുള്ള ദൈവകൃപ അധ്വാനിക്കും. ഇതാണ് പുതിയ നിയമം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിന്റെ അധ്വാനം കൊണ്ടല്ല, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപ അധ്വാനിക്കും. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ അല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ ചേച്ചി? മനസ്സിലാവുന്നുണ്ടോ? ഉറങ്ങുന്ന ചേച്ചി മനസ്സിലാവുന്നുണ്ടോ? ഉറക്കെ പറ ഹല്ലേലൂയാ. ഉറക്കെ പറ ഹല്ലേലൂയാ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്വന്തം പരിശ്രമം കൊണ്ട് ലോകത്താർക്കും പാപത്തെ അതിജീവിക്കാൻ പറ്റണമെന്ന് വല്ലപ്പോഴും ഒരെണ്ണത്തിന് പറ്റുമായിരിക്കും ചിലപ്പോ. എന്നാൽ 99.9% വീഴും, ഉറപ്പാണ്. എന്നാൽ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റും. ആ വ്യക്തിയിലേക്ക് കൃപ വന്നാൽ, ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞത്, നിയമം മോശ വഴി നൽകപ്പെട്ടു, എന്നാൽ കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. കൃപയും സത്യവുമാകട്ടെ ആര് വഴി ഉണ്ടായി? യേശു ക്രിസ്തു വഴി. പഴയ നിയമത്തിൽ കിടക്കരുത്, പഴയ നിയമത്തിൽ കിടക്കരുത്, പഴയ നിയമത്തിൽ കിടന്ന് മരിക്കരുത്, പഴയ നിയമത്തിൽ കിടന്ന് ഊർദ്ധശ്വാസം വലിക്കരുത്. പുതിയ നിയമത്തിലേക്ക് വരണം. ചെത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ഇവിടെ എഫേസ്യോസ് ലേഖനം 2:8 പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോണം, നിയമം തെറ്റിക്കാൻ ആർക്കും അനുവാദമില്ല. ഒറ്റ നിയമവും തെറ്റിക്കരുത്. 1-ാമത്തെ നിയമം മുതൽ 10-ാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ് കേട്ടോ, അത് ഓർത്തോണം. 10 കൽപ്പനയും ശരിയായിട്ട് അനുസരിക്കണം. പക്ഷെ സ്വന്തം അധ്വാനം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൃപ എവിടെ നിന്ന് കിട്ടും? ഇനി അടുത്ത പ്രശ്നം അതല്ലേ, ഈ കൃപ എവിടെ നിന്ന് കിട്ടും? ഈ കൃപ കിട്ടാനുള്ള അനേകം വഴികളുണ്ട് പുതിയ നിയമത്തിൽ. ഒരു പ്രധാനപ്പെട്ട വഴിയാണ് വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാനത്തിന് മുഴുവൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ വിശ്വാസം തരണേ, വിശ്വാസം തരണേ, വിശ്വാസം തരണേ. അത് വെറുതെ ഒരു വഴിയെ പോയപ്പോ ആരെങ്കിലും പറഞ്ഞു കേട്ട് വിശ്വാസം തരണേന്ന് പറയുന്നതല്ല. മറിച്ച് പ്രിയപ്പെട്ടവർ, ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു ദൈവശാസ്ത്ര അടിത്തറയുണ്ട്. വിശ്വാസം ഇല്ലാതെ ഒരു വ്യക്തി പുതിയ നിയമത്തിന്റെ ഭാഗമാവില്ല. എന്ത് വിശ്വാസമാണ്? പ്രാർത്ഥിക്കുമ്പോ കുറെ കാര്യം നടക്കുമെന്നുള്ള വിശ്വാസമൊന്നും അല്ല ഇത്. ഈ വിശ്വാസം ഇതാണ്, യേശുക്രിസ്തുവിന് എന്റെ സകല പാപങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് രക്ഷിക്കാൻ പറ്റുമെന്ന് നീ തലയിലല്ല ചങ്കിൽ വിശ്വസിക്കണം. ഒരു പ്രശ്നം വരുമ്പോ ഈ വിശ്വാസം തന്നെ ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല. മതബോധന ഗ്രന്ഥം പഠിപ്പിക്കും, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കും ഇതിനെ കുറിച്ച്. ഇത് തന്നെ ഉണ്ട്, ഇത് സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് ആണ് എന്ന് പറഞ്ഞാൽ ഇത് അസാധാരണമായ വിശ്വാസമാണ്. ആ വിശ്വാസം ദൈവം തരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമായും നമ്മൾ ഈ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രധാനമായും ഈ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 2, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുംഭസാരം, വിശുദ്ധ കുർബാന, ജപമാല, ഉപവാസം, പ്രായശ്ചിത്തം, പരിത്യാഗ പ്രവൃത്തികൾ മുഴുവൻ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പാപത്തെ അതിജീവിക്കാനല്ല. എന്തിനു വേണ്ടിയാണ്? കൃപ നിറയാനാണ്. കൃപ നിറയാൻ. ഒരു ദൈവവിശ്വാസി, ഒരു ക്രിസ്ത്യാനി ദേവാലയത്തിൽ പോകുന്നത് കൃപ നിറയാനാണ്. ഈ കൃപയില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോര കൊണ്ട് നിങ്ങൾക്ക് എഴുതി തരാം. എന്റെ ചോര കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ലോകത്ത് ഏത് പാപത്തെയും ഏത് പാവപ്പെട്ടവനും തോൽപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഒരു പാവം ദൈവം കുരിശിൽ മരിച്ചത്. പാപത്തിൽ കിടന്ന് പൊളയാനല്ല, പാപത്തിന്റെ പന്നിക്കുഴിയിൽ കിടന്ന് നിലവിളിക്കാനല്ല ഈശോ കുരിശിൽ മരിച്ചത്. യേശു വന്നത് പാപത്തെ ഏറ്റെടുക്കാനാണ്. ഈശോ പാപം ഏറ്റെടുത്ത് നമുക്ക് തന്നത് കൃപയാണ്. ഇതാണ് പുതിയ നിയമം. ആ കൃപ നിന്റെ ഉള്ളിലേക്ക് നിറയാൻ സഭയിൽ വിവിധ വഴികളുണ്ട്. ആ വഴികൾ നീ പ്രയോജനപ്പെടുത്തണം. 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചാൽ ഈ പന്തലിലേക്ക് ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ
ദൈവത്തിന്റെ കൃപ ഇറങ്ങും. ഉറപ്പാണത്, അച്ചട്ടാണ്. ഞാൻ വെറും വാക്ക് പറയാൻ ഇവിടെ നിൽക്കുകയല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതം കൊണ്ട് ഞാൻ വിശ്വസിച്ച് തിരിച്ചറിഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തെ ഏത് കെട്ടും അഴിയും കൃപ വന്നാൽ. കൃപ വരാൻ ഹൃദയം തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ഉച്ചത്തിൽ പോരാ മക്കളെ, പോരാ ഉച്ചത്തിൽ പോരാ. പന്തൽ ഇളകട്ടെ, പോരാ ഉച്ചത്തിൽ. ആഗ്രഹിച്ചേ കർത്താവേ കൃപ തരണേ കർത്താവേ. പാപത്തിൽ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഈശോ മിശിഹാ കുരിശിൽ മരിച്ചത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ കിടന്ന് നരകിച്ച്, പാപത്തിൽ മരിക്കാനല്ല ഈശോ കുരിശിൽ മരിച്ചത്. ഈശോ രക്ഷിക്കാനാണ് കുരിശിൽ മരിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മള് പഴയ നിയമം എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. അപ്പൊ നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുകയാണ്. സ്വന്തം അധ്വാനം കൊണ്ടാണ് ഈ സൈക്കിൾ ചവിട്ടി നമ്മൾ സ്വർഗത്തിൽ എത്തേണ്ടത്. ശ്രദ്ധിച്ചോണം, ഈ വ്യത്യാസം പറയാൻ പോവാണ്. പഴയ നിയമം എന്ന് പറഞ്ഞ ഒരു സൈക്കിളാണ്. ഈ സൈക്കിള് നമ്മൾ സ്വന്തം പരിശ്രമം കൊണ്ട് ചവിട്ടി, ഈ പഴയ 10 കൽപ്പന എന്ന സൈക്കിൾ സ്വന്തം പരിശ്രമം കൊണ്ട് ചവിട്ടി നമ്മൾ സ്വർഗത്തിലെത്തണം. ഇതാണ് പഴയ നിയമം. അങ്ങനെ ചവിട്ടി ഒരു കയറ്റം വന്നപ്പോ എല്ലാ സൈക്കിളും കൊണ്ട് നിൽക്കുക. ചവിട്ടി കയറ്റാൻ പറ്റുന്നില്ല. ഒരു കയറ്റം വന്നപ്പോ എല്ലാം കൂടെ ചവിട്ടി വന്ന് ഈ കയറ്റത്ത് വന്ന് നിൽക്കുകയാണ്. കാരണം ഇനി ചവിട്ടാൻ വയ്യ, ആരോഗ്യമില്ല, എത്ര നേരം ചവിട്ടും. അപ്പോഴാണ് കർത്താവ് ഈശോ മിശിഹാ വലിയ ടാങ്കർ ലോറിക്കകത്ത് ഒരു സാധനം കൊണ്ട് വരുന്നത്. എന്താണെന്നറിയാമോ? ഒരു മോട്ടർ, ഒരു എഞ്ചിൻ. ഈശോ മിശിഹാ വന്ന് അടിയും ഇടിയും ചവിട്ടും ഒക്കെ കൊണ്ട് ഈ മോട്ടർ എല്ലാ സൈക്കിളിലും വെച്ച് തന്നു. എന്നിട്ട് ടാങ്കർ ലോറിയിൽ കർത്താവ് ആദ്യം അങ്ങ് പോയി. പുറകെ വരുന്നവനോടെല്ലാം പറഞ്ഞു, എടാ നീ സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്താൽ മതി, ഇത് കേറുവിടാ, ഈ കയറ്റം കേറുവിടാ. അതാണ് കൃപ. ചൊല്ലി പറ ഹല്ലേലൂയ. അതാണ് കൃപ. നീ ചവിട്ടി കയറ്റത്ത് നിൽക്കുക. 500 തവണ കുമ്പസാരിച്ചു, കയറ്റത്ത് നിൽക്കുക. പിന്നെയും 1000 തവണ കുമ്പസാരിച്ചു, പിന്നെയും കയറ്റത്ത് നിൽക്കുക. പ്രിയപ്പെട്ടവർ, ആദ്യം ഈ തലയ്ക്കകത്ത് മാറ്റം വരണം. ബോധ്യങ്ങളിൽ എന്റെ യേശു ഒരു മോട്ടോർ എഞ്ചിൻ വെച്ച് തന്ന എഞ്ചിൻ, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ചെറുതായിട്ടൊന്ന് അധ്വാനിച്ചാൽ മതി, ഇതൊന്ന് കയറിക്കോളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ കൃപ തരണം. ഏത് കൊച്ചിനാ അറിയാത്തത് പാപം ചെയ്യരുതെന്ന്? ഏത് പയ്യനാ അറിയാത്തത് തിന്മ കാണരുതെന്ന്? ആർക്കാ അറിയാൻ പാടില്ലാത്തത് ദാമ്പത്യ വിശുദ്ധി തെറ്റിക്കരുതെന്ന്? ആർക്കാ അറിയാൻ പാടില്ലാത്തത് കുടിക്കരുതെന്ന്? പറ്റുന്നില്ലെന്നേ, ഒക്കുന്നില്ലെന്നേ. ഇങ്ങനെ എല്ലാം കൂടെ കേറ്റത്ത് നിന്നപ്പോഴാ കർത്താവ് വന്നത്. അവൻ കുരിശിൽ മരിച്ചത്. എന്നിട്ട് അവൻ കൃപ തന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൃപയുടെ യുഗത്തിൽ കൃപ കൊണ്ടാണ് നീ പാപത്തെ നേരിടേണ്ടത്. നീ സ്വയം അധ്വാനിച്ച് ഒരിക്കലും പാപത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. കൃപ വേണം. എഴുന്നേറ്റ് എല്ലാവരും. പാപത്തിന്റെ തകർച്ചകളെ പറ്റി കർത്താവ് നമ്മളോട് പറഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യുന്ന പാപം നാളെ നമ്മുടെ മക്കളിലൂടെ നമ്മളെ വേട്ടയാടും. സംഖ്യയുടെ പുസ്തകം 23:32 ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിന്റെ പാപം നിന്നെ വേട്ടയാടും. ഒരു തർക്കമില്ല അതിനൊന്നും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ആസിഡ് കുടിക്കുന്നവന് പൊള്ളും, തീയിൽ ചവിട്ടുന്നവന്റെ കാല് വേവും. ഒരു സംശയമില്ല അതിനൊന്നും. പക്ഷെ പ്രിയപ്പെട്ടവരെ, തീയിൽ കിടന്നോ ആസിഡ് കുടിച്ചോ ഉപ്പ് തിന്നോ നശിക്കാനല്ല ഈശോ വന്നത്. ഈശോ വന്നത് പാപത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത് നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ കൃപ തരാനാണ്. കൃപയുടെ യുഗം കുരിശിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഈ കൃപ വേണം. കൃപ വേണമെങ്കിൽ ഒന്നാമത് നന്നായിട്ട് ആഗ്രഹിക്കണം, നന്നായിട്ട് വിശ്വസിക്കണം. കർത്താവ് കൃപയുടെ വാതിലുകളായി തുറന്നിട്ടിരിക്കുന്ന സഭയിലെ സകല വഴികൾ ഉപയോഗിക്കണം. കുമ്പസാരം കൃപയുടെ വാതിലാണ്. വിശുദ്ധ കുർബാന കൃപയുടെ വാതിലാണ്. ഉപവാസം, നോമ്പ് കൃപയുടെ വാതിലാണ്. പരിത്യാഗ പ്രവൃത്തികൾ കൃപയുടെ വാതിലാണ്. നീ പ്രാർത്ഥിക്കുന്നത്, കരങ്ങൾ ഉയർത്തുന്നത് കൃപയുടെ വാതിലാണ്. നീ കണ്ണുനീരോടെ ജാഗരണം ചെയ്യുന്നത് കൃപയുടെ വാതിലാണ്. നീ ഇത് ഉപയോഗിക്കണം, വിശ്വാസത്തോടെ ഉപയോഗിക്കണം. 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൃപ ചൊരിയും. ദൈവം വാഗ്ദാനങ്ങളെ വിശ്വസ്തനാണ്. നമ്മൾ മരിച്ചു മണ്ണടിഞ്ഞ ഒരാളുടെ പേരിലല്ല ജീവിക്കുന്നത്.
എവിടെയോ ഏതോ ഒരു കാലത്ത് ജനിച്ച് മരിച്ചൊടുങ്ങിയ ഒരാളുടെ കല്ലറയ്ക്ക് മുകളിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. മറിച്ച് സ്വർഗത്തിൽ പിതാവിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നാം ജയിക്കുന്നത് കാണാൻ, നാം തോൽക്കുന്നത് കാണാതിരിക്കാൻ, നാം പരാജയപ്പെടാതെ ജയിച്ച് സാത്താനെ കാൽക്കീഴിലാക്കി ചവിട്ടി നാം സ്വർഗത്തിലെത്താൻ കാത്തിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്.